ഗജസേന ആനപ്രേമി സംഘം അണിയിച്ചൊരുക്കിയ വൃക്ഷത്തെ ആനയൂട്ടി നടന്നു. ചെറായി ശ്രീ ഗൗരീശ്വര ക്ഷേത്രത്തിൽ രാവിലെ 5:30 ശ്രീ രാകേഷ് തന്ത്രികളുടെ കാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ സമേത പ്രത്യക്ഷ മഹാഗണപതി ഹോമത്തോടുകൂടി ചടങ്ങുകൾ ആരംഭിച്ചു. തുടർന്ന് തന്ത്രികളുടെയും മേൽശാന്തി ശ്രീ MG രാമചന്ദ്രൻ ശാന്തി അവരുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ഈ വർഷത്തെ ആനയൂട്ട് നടന്നു. 12 ഗജരാജന്മാരാണ് ഇത്തവണ ചെറായി ആനയൂട്ടിനായി എത്തിച്ചേർന്നത്. ചടങ്ങിൽ മൂത്തകുന്ന് പത്മനാഭൻ എന്ന ഗജവീരന് ശങ്കരനാരായണ പ്രിയൻ എന്ന പട്ടം നൽകി ഗജസേന ആദരിച്ചു. ചട്ടക്കാരനെ സത്യപാലൻ തന്ത്രികളും ആദരിച്ചു. ആന പരിപാലന രംഗത്ത് തന്റെ പ്രാഗൽഭ്യം തെളിയിച്ച മാനാടി കണ്ണൻ എന്ന ആനയുടെ പാപ്പാൻ ശ്രീ രാമകൃഷ്ണനെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗം ശ്രീ വിശ്വനാഥൻ അവർ ആദരിച്ചു. ചടങ്ങിൽ ഗജസേന സെക്രട്ടറി ശ്രീ അനിൽകുമാർ, പ്രസിഡന്റ് ശ്രീ രാകേഷ്, ഖജാൻജി ശ്രീ അനിൽ P എന്നിവർ നേതൃത്വം നൽകി. വിജ്ഞാനവർദ്ധി സഭാ സെക്രട്ടറി ശ്രീ ഷെല്ലി സുകുമാരൻ, ദേവസ്വം മാനേജർ ശ്രീ EK രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു.
എണ്ണം പറഞ്ഞ ഗജരാജാക്കന്മാർ ഒന്ന് ചൊല്ലുന്ന, എണ്ണം പറഞ്ഞ തമ്പുരാട്ടിമാർ ഒന്ന് ചൊല്ലുന്ന ഈ വിശ്വാസഭൂമിയിൽ ഇതാ ഒതുങ്ങി നിൽക്കുകയാണ് ചെറായി ആനയൂട്ട്. ഒരു ദേശമൊന്നാകി പ്രാർത്ഥനകളുടെയും മനം നൽകുന്ന ആരാധനയുടെയും പ്രാർത്ഥനകളുടെ ജീവിതത്തിൽ ഗൗരീശ്വര ക്ഷേത്ര സന്നിധിയിൽ വർഷങ്ങളായിട്ട് മഹാഗണപതിയെ സാധിപ്പിക്കുന്ന ഒരു ചടങ്ങ് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഈ സന്നിധിയിൽ ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. കർക്കിടക മാസത്തിൽ സ്വതേ മഹാക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ഗണപതി ഹോമം ഭഗവത്സേവയൊക്കെ നടത്താറുണ്ട്. ദർശനമാർഗം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ദേവീ നിഷേവ ഗണനാഥ ഹോമ ഭാഗ്യ ഐകമത്യപ്രദ സുപ്തജാപാഹ ആപന്നവൃത്തി ധനധാന്യവൃത്തി ദിവ്യാഭിഷേകാധികമത്യ സിദ്ധി. അപ്പോൾ ഗണപതി ഹോമത്തിനും ഭഗവത്സേവയ്ക്കുമൊക്കെ കർക്കിടക മാസത്തിൽ വളരെ വിശേഷം ആയിട്ട് ആചാര്യന്മാർ നിർദ്ദേശിക്കുന്നു. അപ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ള ഒരു ചടങ്ങ് മഹാഗണപതി ഹോമം. അതിന്ന് രാവിലെ ഇവിടെ നടത്തിക്കഴിഞ്ഞു. അത് പ്രത്യക്ഷ മഹാഗണപതി ഹോമമായിട്ടാണ്. ആനയെ ഇരുത്തി പൂജിച്ച് ആനയ്ക്ക് നിവേദിച്ചൊക്കെ തന്നെയാണ് നടത്തുന്നത്. അതിനുശേഷം ഇപ്പോൾ ആനയൂട്ട് നടത്താൻ പോവുകയാണ്. ആ മഹാഗണപതിയെ പ്രസാദിപ്പിക്കുന്ന വിനാശകനായിട്ടുള്ള മഹാഗണപതിയെ പ്രീതിപ്പെടുത്തുന്ന ഒരു പ്രധാന ചടങ്ങാണ് ആനയൂട്ട്. അതിവിടെ നടക്കുകയാണ്. അതിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും ഈ സമയത്ത് നേരുന്നു. ആനയൂട്ടിന് ചെറായിയിൽ വരാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ഇത്ര മനോഹരമായി ഈ പരിപാടി ഒരുക്കുന്ന ഗജസേനയിലെ പ്രിയപ്പെട്ട എൻ്റെ കൊച്ചനുജന്മാർക്കും ഇതിൻ്റെ സംഘാടകർക്കും ആനപ്രേമികൾക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ായിരിക്കുന്ന ആനകൾക്ക് പ്രത്യേകമായിട്ട് ഇന്ന് ആനയെ കുളിപ്പിച്ച് ഭസ്മചന്ദനാദികൾ ലേപനം ചെയ്ത് പ്രത്യേകം പൂജ കഴിച്ച് അവർക്ക് നിവേദ്യം സമർപ്പിക്കുന്ന ഒരു മഹൽ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഗണപതി ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. പ്രതിഷ്ഠിതമായ ചെറായി ശ്രീ ഗൗരീശ്വര ക്ഷേത്രത്തിൻ്റെ മണ്ണിൽ ആനയൂട്ട് വർഷങ്ങളായിട്ട് നടത്തിവരുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ്. ആനപ്രേമി സംഘം ചെറായി ആണ് പ്രധാനമായിട്ട് സംഘടിപ്പിക്കുന്നത്. വിജ്ഞാനവർദ്ധിനി സഭയും
ആനപ്രേമി സംഘം ചെറായിയും പരസ്പരം സഹകരിച്ചുകൊണ്ട് നടത്തുന്ന ഈ പ്രധാനപ്പെട്ട ആനയൂട്ട് കാലങ്ങളായി ഈ ഗൗരീശ്വരത്തപ്പൻ്റെ മണ്ണിൽ നടത്തപ്പെടുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ക്ഷേത്രാചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ആന നമുക്കൊരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആനയുടെ ആരോഗ്യ സംരക്ഷണം, അതുപോലെ തന്നെ ഗണപതി ഭഗവാനോടുള്ള ഒരു നന്ദി സൂചകമായിട്ട് കൂടിയാണ് ആനയൂട്ട് നടത്തപ്പെടുന്നത്. നമുക്കറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളായിട്ടുള്ള ഗുരുവായൂർ പോലുള്ള ക്ഷേത്രങ്ങളിലാണ് ആനയൂട്ടൊക്കെ സ്ഥിരമായിട്ട് നടത്തി വരുന്നത്. പക്ഷെ അത് നമ്മുടെ ക്ഷേത്രത്തിലും വർഷങ്ങളായിട്ട് ഒരു ആചാരമെന്നോണം ഇത് നടത്തപ്പെടുന്നുണ്ട്. നിരവധി ആളുകൾ ഈ പ്രദേശത്ത് നിന്ന് മാത്രമല്ല, നമ്മുടെ ഈ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ഒരുപാട് ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ആനകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള മരുന്നുകൂട്ടുകളോടൊപ്പം എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് എലിഫൻ്റ് സ്ക്വാഡും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും പരിപൂർണമായ സഹകരണത്തോടുകൂടി തന്നെയാണ് നമ്മളിത് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള ആനകൾക്ക് ദോഷകരമാവുന്ന ഒരു സംഭവങ്ങളും ഈ ആനയൂട്ടായിട്ട് ബന്ധപ്പെട്ട് ഈ കാലമത്രയും ഉണ്ടായിട്ടില്ല. ഒരു പരാതികളുമില്ലാതെ വളരെ നല്ല രീതിയിൽ എല്ലാ ജനങ്ങളുടെയും സഹകരണത്തോടു കൂടി ശ്രീ ഗൗരീശ്വരത്തപ്പൻ്റെ അനുഗ്രഹത്തോടു കൂടി ഈ ആനയൂട്ട് കാലങ്ങളായിട്ട് നടത്തി വരുന്നു. എല്ലാവർക്കും ഈ ആനയൂട്ടിൻ്റെ ഇന്നത്തെ ദിവസം എല്ലാ ആശംസകളും നേരുന്നു. നമസ്തേ. ഗുരുവിൻ്റെ പ്രതിഷ്ഠ കൊണ്ട് പ്രശസ്തമായ ശ്രീ ഗൗരീശ്വര ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ആനയൂട്ട് ചെറായി ഗജപ്രേമി സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരികയാണ്. ഈ അവസരത്തിൽ ഗണപതി ഭഗവാനോടുള്ള ആരാധനയും കൂടി ഒപ്പം നടത്തി വരുന്നു. എല്ലാ വർഷത്തേക്കാളും മികച്ചതായിട്ട് തന്നെ നടത്തുവാനും അതിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കുവാനും സഭയ്ക്കുമായിട്ടുണ്ട് ഞങ്ങളുടെ വിശ്വാസം. നാനാ ഭാഗങ്ങളിൽ നിന്നും വന്നിരിക്കുന്ന ഒത്തിരി ജനവിഭാഗങ്ങൾ ഇതിനകത്ത് പങ്കുകൊള്ളാം. എല്ലാവരും തന്നെ ആത്മനിർവൃതിയോടുകൂടിയാണ് മടങ്ങി പോകാറുള്ളത്. വന്ന എല്ലാ ജനങ്ങൾക്കും സഹകരിച്ച എല്ലാ വ്യക്തികൾക്കും നന്ദി അർപ്പിക്കുന്നു. താങ്ക് പുതുപ്പള്ളി വാ. बोले ചെറായി ഗൗരീശ്വര ക്ഷേത്ര മൈതാനിൽ സേനാനുപ്രേമി സംഘടന 9ാമത്തെ ആനയൂട്ടാണ് ഇപ്രാവശ്യം ഇവിടെ കഴിഞ്ഞത്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തിൽ വ്യത്യസ്തമായി ഉണ്ടാകുന്നതിൻ്റെ പേരിൽ ആനകളുടെ എണ്ണം കുറച്ചിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം ആനയൂട്ട് നടത്തുന്നത്. എങ്കിൽ പോലും നമ്മൾ 12 ആനനെ അണിനിരത്തിയിട്ടുണ്ട്. പേരുകേട്ട ആനകളായ കേശവൻ, ബാലകൃഷ്ണൻ, മുതലായ നമ്മുടെ ചടങ്ങിൽ MP, MLA, പ്രതിഷേധാവെല്ലാം സന്നിഹിതരാവുന്ന സംബന്ധിച്ചിരുന്നെങ്കിലും അവരുടെ ഒരു തരത്തിലും നമുക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ല.
ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗങ്ങൾ, DV സഭ സഭാംഗങ്ങൾ, നമ്മളുടെ ഈ 5:30 ഗണപതി ഹോമം നടത്തി അതിനുശേഷം കേന്ദ്രപൂജ നടത്തി കഴിഞ്ഞതിന് ശേഷം മുത്തൂർണം ക്ഷേത്രത്തിലെ ഗജരാജനായ മുത്തൂർണം പത്മനാഭനെ നമ്മൾ പട്ടം നൽകി ആദരിച്ചു. ശങ്കരനാരായണ പ്രിയൻ എന്ന പട്ടം നൽകിയാണ് ആദരിച്ചത്. ഈ ചടങ്ങിൽ വിവിധ സഭകളിലെ ഭരണസമിതി അംഗങ്ങൾ സന്നിഹിതരായിരുന്നു. എല്ലാം നല്ല രീതിക്ക് ഈ പരിപാടികൾ നടത്താൻ സാധിച്ചതിന് ദൈവത്തിനോട് എല്ലാവർക്കും നന്ദികൾ. ഈ പരിപാടിയിൽ നമ്മളൊരു ചട്ടക്കാരനെ ആദരിച്ചാൽ ആദ്യമാടിക്കണ്ണൻ പഴയ മാലടിക്കണ്ണനാണ് പമ്പനാണ് രാമകൃഷ്ണൻ പുരസ്കാരങ്ങൾ കൊണ്ടാണ് സമർപ്പിച്ചു. നല്ല രീതിയിൽ തന്നെ ഇത് നടത്തിയതിന് ബുദ്ധ ഭഗവാനോട് നമ്മളെല്ലാം